രാജ്യമാകെ പ്രതിഷേധം മലയടിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തി എന്ന സംഭവം. ഇതിൽ പ്രതിഷേധിച്ച് സമരക്കാരെ ആക്രമിച്ചവരിൽ 9 പേർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം അക്രമികൾ നടത്തിയതായി ഡോക്ടർമാർ ആരോപിക്കുന്നു. അതിനിടെ കേസ് അന്വേഷിക്കുന്ന സിബിഐ സംഘം ഇരയുടെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി. മെഡിക്കൽ കോളേജിലെ 5 ഡോക്ടർമാർക്ക് സിബിഐ സമൻസ് അയച്ചു. CBC ജോസഫ് നൽകും സമഗ്രമായ റിപ്പോർട്ട്. കാവ്യ, കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഇന്നലെ സമരക്കാർക്ക് നേരെ അതിക്രമമുണ്ടായ സംഭവത്തിൽ ഇന്നിപ്പോൾ 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 15 പോലീസുകാർക്ക് പരിക്കേറ്റതായും പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൽ ഈ തിരിച്ചറിഞ്ഞ പ്രതികളെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നതും. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആശുപത്രിക്ക് നേരെ അതിക്രമം ഉണ്ടായപ്പോൾ അവിടെ തെളിവുകൾ, പ്രത്യേകിച്ച് ഈ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സെമിനാർ ഹാളിലടക്കം തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടത്തിയതായും ഈ സമരത്തിലുള്ള ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തു. അതേസമയം തന്നെ CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ കൊല്ലപ്പെട്ട ഇരയുടെ മാതാപിതാക്കളുടെ മൊഴി CBI രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും CBI അറിയിക്കുകയും ചെയ്തു. മറ്റൊന്ന്, ഇന്നിപ്പോൾ ഗവർണർ CV ആനന്ദബോസ് ഇന്ന് ആശുപത്രിയിൽ എത്തുകയും ഈ സമരക്കാരുമായി സംസാരിക്കുകയും ചെയ്തു. ഇതിൽ ഈ നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ ഇതിനെതിരെ പ്രവർത്തിക്കുന്നതായും CV ആനന്ദബോസ് മമതാ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും ഈ വിഷയം ഒരു രാഷ്ട്രീയ പ്രേരിതമാക്കി, അല്ലെങ്കിൽ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് BJP. ഇതിൽ ഈ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി മമതാ സർക്കാർ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അവിടെ കേന്ദ്ര സേനയെ വിന്യസിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായ സുവേന്ദു അധികാരി കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഈ വിഷയം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയതോടെ തൃണമൂൽ കോൺഗ്രസും വളരെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മമതാ ബാനർജി അടക്കം ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് മമതാ ബാനർജിയുടെ പ്രതിരോധവും. എന്തായാലും ഇപ്പോഴും ഈ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കും. അതേസമയം തന്നെ മെഡിക്കൽ കോളേജുകൾ ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും ഡോക്ടർമാരുടെയും സമരം പ്രതിഷേധവും എല്ലാം തന്നെയും തുടരുകയും ചെയ്യുകയാണ് കാവ്യ.